ഗൈസ് വെൽക്കം ടു ടോസാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് ഗ്യാപ്പും കൂടി വന്ന് ഇനി എന്തായാലും ഡെയിലി വീഡിയോസ് പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ പറയാൻ മടിയായിട്ടുണ്ട്. എന്നാൽ പോലും മാർക്കറ്റ് എങ്ങനെയാണ് അപ് ട്രെൻഡ് ഈ ഉദ്ദേശിച്ച ഒരു പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ട പോലെ ഒരു അപ് ട്രെൻഡ് ടു എന്താണ് ഇങ്ങനെ എന്തൊരു വോളറ്റിലിറ്റി തന്നെ വരുന്നു 102 തന്നെ ആൾട്ട് എന്ത് ഇങ്ങനെ എന്നുള്ള കുറെ ഡൗട്ട് ഉണ്ട്. പിന്നെ ഏതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കോയിനിൽ കുറെ കൂടി സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അടിപൊളി ഏത് കോയിൻ ഏതാണ്, പിന്നെ എന്താണ് പൊതുവെയുള്ള മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്ഡേറ്റിലൂടെ പറയാം. ഇപ്പൊ കറന്റ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ടു സ്റ്റാർട്ട് ചെയ്തതിന് പോലും നിങ്ങൾ ചിന്തിച്ച് ഞാൻ ഇന്ന് വോയിസ് മീൻസ് പ്രീമിയത്തിൽ ഇട്ട പോലെ തന്നെ ഈ കഴിഞ്ഞ ഡിപ്പിൽ 70ന്റെ അടിയിൽ പോയിട്ടില്ല. കഴിഞ്ഞ കുറെ നാളായിട്ട് 103ന്റെ അബവും പോകാൻ പറ്റിയിട്ടില്ല, 102ന്റെ അബവും. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന എങ്ങനെയാ 99 അല്ലെങ്കിൽ 109ലേക്കൊക്കെ പോയി വീണ്ടും 102ലേക്ക് 104ലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് 102 എന്ന് പറഞ്ഞ ഒരു ബേസ് സപ്പോർട്ടാണ്. ഇപ്പൊ 104 മാക്സിമം അത് പിടിക്കുക. അതിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ ആ 104 ബേസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് 79 എന്ന് പറഞ്ഞ 71 എന്ന് പറഞ്ഞ സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ 71ലേക്ക് വരാത്ത രീതിയിലേക്ക് പോയി. പിന്നെയുള്ള ഡിപ്പിലൊന്നും 71ലേക്ക് വരുന്നില്ല. അതുപോലെ ഈ 104 എന്ന് പറയുന്ന ആ സ്ട്രോങ് സപ്പോർട്ട് ആക്കുന്ന സമയത്ത് ഒരു 102 100K 98K ഒക്കെ വന്നാലൊന്നും പ്രശ്നമില്ല. കാരണം ഇതൊരു വോളറ്റൈൽ റീടെസ്റ്റ് ആയിരിക്കും. ഒരു എത്രത്തോളം സപ്പോർട്ട് അടിപൊളിയാണ് അത്രത്തോളം വോളറ്റിലിറ്റി ഉണ്ടാവും. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിറ്റ്കോയിൻ ഡോമിനൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയല്ലേ, അത് 64 ഇപ്പൊ നിൽക്കുന്നുണ്ട്. അതൊന്ന് 61 62 ആൾട്ട് നല്ലോണം മൂവ്മെന്റ് ചെയ്യുന്നില്ലേ. 64 എന്ന് പറഞ്ഞ ബേസ് സപ്പോർട്ട് അത് പിടിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വോളറ്റൈൽ റീടെസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ 107 എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് 100K എന്ന് പറയുന്ന മെയിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒറ്റയടിക്ക് 103ലേക്കൊക്കെ പോകും. എന്നിട്ടുണ്ടാവും വീണ്ടും 97ലേക്കൊക്കെ വരും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ടി സി എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിൽ തന്നെ കളി വരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2-3 വോളറ്റിലിറ്റി ഒരു കുറച്ച് ഡേയ്സിലെ വോളറ്റിലിറ്റി ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അടുത്ത ലെഗപ്പിനുള്ള കാരണം 71 കണ്ടിട്ട് നമ്മൾ 105ലേക്ക് നമ്മൾ കണ്ണ് തുറക്കുമ്പോഴാണ് അതൊക്കെ വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇപ്പോ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് റോക്ക് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഡെയിലി പബ്ലിക് ഗ്രൂപ്പിൽ ഇടുന്ന ഒരു കാര്യം, ഈ ബ്ലാക്ക് റോക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തീരിയം, അതാ ഞാൻ പറയുന്നത്. ഇത്തീരിയം അവർ വല്ലാണ്ട് വാങ്ങുന്നുണ്ട്. അവർ പൊതുവേ വേൾഡിലെ പല റിയൽ എസ്റ്റേറ്റ് എത്രയോ ശതമാനം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഓൺ ചെയ്യുന്ന അവർ നമുക്ക് തന്നെ അറിയാം എത്രയോ കൺട്രീസിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വേൾഡിലെ എല്ലാത്തിലും അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവരെന്തിനാ ഈ ഇത്തീരിയം ബി ടി സി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്തീരിയം എന്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇത്തീരിയം എന്ന് പറയുന്ന കോയിനിലേക്ക് ചെറിയ രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആൾട്ട് ഈ ഡോമിനൻസ് ഒക്കെ കുറയുന്ന സമയത്ത് ഇത്ത് ബി ടി സിക്ക് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകും, ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന ആൾട്ടിന് ഇതുണ്ടാവുമ്പോൾ എന്തായാലും ഇത്തീരും, പ്രത്യേകിച്ച് ഇത്തീരം ഒരു ഓൾ ടൈം ആയി അടിച്ചിട്ടില്ല ഈ സൈക്കിളിൽ. പല കോയിനും അടിച്ചിട്ടുണ്ട്, XRP സോള് അങ്ങനെ പല കോയിന് വന്നപ്പോൾ ഇത്തീരം പിന്നെയും വളരെ ലോയിൽ തന്നെയുള്ളത്. അപ്പം കുറേയും കൂടി സേഫ് ഓപ്ഷൻസ് ഞാൻ ക്രിപ്റ്റോയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ കുറേയും കൂടി എനിക്ക് സേഫ് ഓപ്ഷൻസ് വേണം എന്നുള്ള ചിന്താഗതിക്കാർ ഇത്തീരിയം ഫോക്കസ് ചെയ്യേണ്ടതാണ്. കാരണം ഇത്തീര്യത്തിന് ആ ഒരു പവർ ഉണ്ട്. ബ്ലാക്ക് റോക്ക് ഒക്കെ ഇത്രയും ശതമാനം വാങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതിന്റെ ചാർട്ട് വൈസും ഈ പറയുന്ന 1600ലേക്ക് വന്നിരുന്നു. അതിനുശേഷം 2700 എന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2700 ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു സപ്പോർട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കറന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കോയിൻ തന്നെയാണ്. ചില ആൾക്കാർ പറയും അത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സ്പോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട് ചെറിയ ചെറിയ കോയിൻസ് ആകുമ്പോൾ കുറേ റിട്ടേൺസ് ഉണ്ടാവില്ലേ, അതേപോലെ അതിനുള്ള റിസ്ക്കും ഉണ്ട്. എന്നാൽ നിങ്ങൾ പൊതുവേ നമ്മൾ ഈ സ്റ്റേബിൾ ആയ കോയിൻസിന്റെ റിട്ടേൺസിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറണം. ഈ തീരത്തിന്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 5000 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ നിന്ന് ഡബിളിലേക്ക് പോവുകയാണ്, ഒരു 10-20 മാറുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളൂ. പ്രത്യേകിച്ച് ആ ഒരു കണ്ടീഷൻ. പിന്നെ USDT പൊതുവെ പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, സാൻഡ് എപ്പോഴും ബൈ ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ, സെല്ലിംഗ് ഓപ്ഷൻസ് എങ്ങനെയാണ്? ഈ P2P നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഫ്രോഡ് ഫണ്ട് വരുന്നില്ലേ, പ്രത്യേകിച്ച് ഗെയിമിംഗ് ഫണ്ടൊക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. നിങ്ങൾ നോക്കുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ P2P ഒരു USDT സെയിൽ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഒരാൾ പറയും ഞാൻ 95-ന് വാങ്ങാം, അല്ലെങ്കിൽ 93-ന് വാങ്ങാം, 91 അങ്ങനെ വലിയ റേറ്റ് പറയുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഈ ബ്ലോക്ക്ഡ് ഫണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ആവാൻ പോകുന്ന ഫണ്ടൊക്കെ
പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടാം, USDT ആക്കി നാട് കടത്താനുള്ള പരിപാടിയിലേക്ക് നമുക്ക് വലിയ എമൗണ്ട് അട്രാക്റ്റീവായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോട്ടിൽ ചിലപ്പോൾ ഒരു 5% പ്രോഫിറ്റും കൊണ്ട് നമ്മൾ നിൽക്കുക, അതാകുമ്പോൾ ഒരു 2-3 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് കളയരുത്. അതുകൊണ്ട് സെയിലും കൂടി നിങ്ങൾക്ക് സെൽ ചെയ്യാനുള്ള USDTയും കൂടി നമ്മൾ ടെലഗ്രാമിൽ പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്ത് അപ്പുറം ഇപ്പുറം ഒരു നമ്മുടെ മെമ്പേഴ്സിന് ആവശ്യമുള്ള അനുസരിച്ച് അപ്പുറം ഇപ്പുറം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലേക്കും ചെയ്യണം. നമുക്ക് അങ്ങനെയുള്ള യൂസ്ഫുൾ ആയ കാര്യം, പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ബുൾ മാർക്കറ്റ് വരുന്ന സമയത്ത് പകുതി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബാങ്കിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വിഷയം ടാക്സിൻ്റെ കൺഫ്യൂഷൻസും കുറേ ആൾ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ പൊതുവെ വളരെ ബാഡായിട്ട് നമ്മൾ ഈ ജയിലിലേക്ക് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു എയറിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അത്രയും നല്ല ഇന്ത്യ എന്ന രാജ്യത്ത് അങ്ങനെ പെട്ടെന്നൊന്നും ഹെവി ആക്കാനൊന്നും പറ്റില്ല, പക്ഷെ പതിയെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക അല്ലെങ്കിൽ UAE പോലുള്ള കൺട്രീസ് ഒക്കെ വളരെയധികം ഈ ക്രിപ്റ്റോന്റെ അടുത്ത ഇപ്പൊ ഈ USDT എന്ന് പറയുന്ന വേൾഡ് കറൻസി എന്ന് പറയുന്നത് അത്രത്തോളം സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അന്ന് വീഡിയോ ഇട്ടുന്ന പോലെ പല പേയ്മെന്റ് സിസ്റ്റം വരെ USDTയിലേക്ക് വരുന്നു. അമേരിക്ക ക്രിപ്റ്റോ സമ്മിറ്റ് വെച്ചിട്ട് കുറേ പരിപാടി നടന്ന സ്ഥിതിക്ക് ഇന്ത്യക്ക് കുറേ നാൾ ഇത്ര റിബലായിട്ട് നിൽക്കാൻ പറ്റില്ല. പതിയെ ഇന്ത്യ അതിൽ നിന്നൊരു പരിഹാരം കാണും. ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ലീഗലാക്ക്, ടാക്സ് എല്ലാം ഇരുന്ന് ലീഗലാക്കുമ്പോൾ കുറച്ചും കൂടി സുതാര്യ രീതിയിലേക്ക് ഇന്ത്യ മാറും തന്നെയാണ്. പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാൻ വരെ ബിറ്റ്കോയിൻ റിസർവിലേക്ക് വെച്ചപ്പോൾ അമേരിക്ക വെച്ചു, പാകിസ്ഥാൻ വെച്ചു, എൽസാൽവദർ പല കൺട്രീസ് തന്നെ അതിലേക്ക് മാറുമ്പോൾ ഇന്ത്യക്ക് കുറേ നാൾ ഈ പറയുന്ന റിസർവ് സിസ്റ്റത്തിൽ നിന്ന് മാറിയിരിക്കാനൊന്നും പറ്റില്ല. ഇന്ത്യയും അൾട്ടിമേറ്റ് അതിൻ്റെ ഒരു പാതയിലേക്ക് പോകുന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പാടത്തിൻ്റെ ഏരിയയിലാണ്. കുറച്ചും കൂടി ഒരു ഇൻഡോർ സെറ്റപ്പിലേക്ക് ആക്കണമെന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുക കുറച്ചും കൂടി നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ്, ഒരു ബാക്കിൽ ഒരു വൈഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ഞാൻ ക്ലോസ് സർക്കിളിൽ നിന്നൊന്നും അധികം വീഡിയോ എടുക്കാതെ, പിന്നെ ആ ഒരു മൂഡിൽ എടുക്കാന്നുള്ള രീതിയിലാണ്. ഓക്കെ.